ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. വീക്കിലി കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് റബീഹത്ത്. സോ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഈ ഒരു വീക്കിലായിട്ട് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. ഇതിൽ നമ്മുടെ അവാർഡുകൾ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ റീസെന്റ് അന്തരിച്ചു പോയിട്ടുള്ള പ്രധാന വ്യക്തികൾ അവർ ഏത് ഫീൽഡുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വരുന്നത്, അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ നാഷണൽ ലെവലിലും മറ്റുമായി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നിസാറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടുകളാണ് നോക്കാനായിട്ടുള്ളത്. എന്താണ് നിസാർ? നിസാറിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നമുക്ക് പഠിക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നാസയും ISROയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് ഏത്? നിസാർ എന്ന് പറയുന്നത്. നാസയും ISROയോടും കൂടെ ചേർന്ന് സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഭൗമ നിരീക്ഷണ ഉപഗ്രഹത്തിന്റെ പേരാണ് നിസാർ എന്നുള്ളത് ഓർമ്മിച്ച് വെക്കുക. നാസ ഇസ്രോ സിന്തറ്റിക് അപ്പേർച്ചർ റഡാർ എന്നുള്ളതാണ് ഇതിന്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത് എന്നുള്ളതൊന്ന് ഓർമ്മിച്ച് വെക്കുക. അപ്പൊ നാസ ഇസ്രോ സിന്തറ്റിക് അപ്പേർച്ചർ റഡാർ എന്നറിയപ്പെടുന്നതാണ് ഏത്? നമ്മുടെ നിസാർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഈ നിസാറിന്റെ ഉപയോഗം, എന്തിനാണ് നിസാർ ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടുള്ളത് എന്ന് നമ്മൾ നോക്കുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനം, ഭൂകമ്പം, അഗ്നിപർവ്വതങ്ങൾ തുടങ്ങിയവയെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നിസാർ എന്ന് പറയുന്ന ഉപഗ്രഹം വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. അപ്പൊ എന്നാണ് ഇത് വിക്ഷേപിച്ചത്? ഇതിന്റെ വിക്ഷേപണ തീയതി എന്തായാലും ഒന്ന് ഓർമ്മിച്ച് വയ്ക്കുക. 2025 ജൂലൈ 30 നിസാർ വിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നത്. വിക്ഷേപണ വാഹനം ഏതാണ്? ഓർമ്മിക്കണേ, GSLV F-60 ആണ്. GSLV F-16 ആണ് നിസാറിന്റെ വിക്ഷേപണ വാഹനം വരുന്നത്. അപ്പോൾ സൺ സിൻക്രണസ് പോളാർ ഭ്രമണപഥത്തിൽ ഒരു ഉപഗ്രഹം സ്ഥാപിക്കുന്നതിനായി ISRO GSLV ഉപയോഗിക്കുന്നത് ആദ്യമായിട്ടാണ് എന്നുള്ളത് കൂടെ ഇവിടെ ഒന്ന് ഓർമ്മിച്ച് വെക്കുക. അപ്പോൾ സൺ സിൻക്രണസ് പോളാർ ഭ്രമണപഥത്തില് ഒരു ഉപഗ്രഹം സ്ഥാപിക്കുന്നതിനായിട്ട് ISRO ആദ്യമായിട്ടാണ് ഈ പറയുന്ന GSLV ഉപയോഗിക്കുന്നത്. അപ്പൊ വിക്ഷേപണ വാഹനം ഏതായിരുന്നു? GSLV F-16 ആണ് എന്നുള്ളത് അവിടെ പഠിച്ചു വെക്കുക കേട്ടോ. എന്തായാലും നോക്കണേ, ഇനിയുള്ള എക്സാമുകളിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് നമ്മുടെ നിസാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിസാറിനെ കുറിച്ച് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അവിടെ ഒന്ന് പഠിച്ചു വെക്കുക. അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് ലീപ് 1 എന്ന് പറയുന്ന ഒരു ഉപഗ്രഹത്തെ കുറിച്ചാണ്. ലീപ് 1 എന്താണ്? ലീപ് 1 എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റാർട്ടപ്പായ ധ്രുവ സ്പേസ് വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ഉപഗ്രഹമാണ് ഏത്? ലീപ് 1 എന്ന് പറയുന്നത്. ധ്രുവ സ്പേസിന്റെ ആദ്യത്തെ വാണിജ്യ ഉപഗ്രഹ ദൗത്യം കൂടിയാണ് ഏത്? ലീപ് എന്നുള്ളതൊന്ന് ഓർമ്മിച്ച് വെക്കുക. എന്താണ് ലീപ്പിന്റെ ഫുൾ ഫോം വരുന്നത്? ലോഞ്ച്, എക്സ്പെരിമെന്റ്, അനലൈസ് ആൻഡ് പ്രോഗ്രസ് എന്ന് പറയുന്നതാണ് ലീപ് എന്നതിന്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. അപ്പൊ ഇത് ആരൊക്കെ ചേർന്നുകൊണ്ടാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊന്ന് ഓർമ്മിച്ച് വെക്കുക. ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ ധ്രുവ സ്പേസ് സെന്റർ പ്രൈവറ്റ് ലിമിറ്റഡും അതുപോലെ തന്നെ അക്യുലാടെക്, ഓസ്ട്രേലിയയുടെ അക്യുലാടെക്കും, അതുകൂടാതെ തന്നെ എസ്പേസ് സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയന്റെ എസ്പേസ് സാറ്റലൈറ്റും കൂടെ ചേർന്നുകൊണ്ടുള്ള ഒരു കൊളാബറേറ്റീവ് ആയിട്ടുള്ള മിഷൻ ആണ് ഏത്? ലീപ് 1 എന്ന് പറയുന്നത്. അപ്പൊ ലീപ് 1 എന്താണ്? ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള ധ്രുവ സ്പേസ് സെന്റർ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ഉപഗ്രഹമാണ് ലീപ് 1 എന്നുള്ളതൊന്ന് ഓർമ്മിച്ച് വെക്കുക. അതിന്റെ ഫുൾ ഫോം ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ആരൊക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു കൊളാബറേറ്റീവ് ആയിട്ടുള്ള മിഷൻ ആണ് ഈ പറയുന്ന ധ്രുവ സ്പേസ് സെന്റർ അല്ലെങ്കിൽ ധ്രുവ സ്പേസ് എന്നുള്ളതൊന്ന് അവിടെ ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് അവാർഡുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നോക്കാനുള്ളത്. അതിലെന്താണ്? 16ാമത് JC ഡാനിയൽ ഫൗണ്ടേഷനിലെ ചലച്ചിത്ര പുരസ്കാരങ്ങളെ കുറിച്ചാണ് ഇനി നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. അപ്പൊ ഈ ഒരു വീക്കിൽ അല്ലെങ്കിൽ ഈ ഒരു ജൂലൈ ലാസ്റ്റ് ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് അവാർഡുകളും കാര്യങ്ങളുമാണ്. സോ ഓർമ്മിച്ച് വെക്കുക. 16ാമത് JC ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് മികച്ച നടനായി വന്നിട്ടുള്ളത് ആസിഫ് അലി
അലിയാണ് കേട്ടോ, ആസിഫ് അലിയാണ്. അതുപോലെ തന്നെ മികച്ച നടിയായിട്ട് വന്നിട്ടുള്ളത് ചിന്നു ചാന്ദിനിയാണ് എന്നുള്ളത് ഓർമ്മിക്കുക. 16ാമത് JC ഡാനിയൽ പുരസ്കാരത്തിലെ മികച്ച സിനിമയായി വന്നിട്ടുള്ളത് ഏതാണ്? ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറയുന്ന സിനിമയും. അതുപോലെ തന്നെ മികച്ച സംവിധായകനുള്ള അവാർഡ് പോകുന്നത് ചിദംബരത്തിനാണ് എന്നുള്ളതും അവിടെ നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ മികച്ച ഗായകനായി വന്നിട്ടുള്ളത് ആരാണ്? വേടനാണ്. അപ്പൊ മികച്ച നടൻ എന്ന് പറയുന്നത് ആസിഫ് അലി, മികച്ച നടി ചിന്നു ചാന്ദിനി, മികച്ച സിനിമയായി വന്നിട്ടുള്ളത് ഫെമിനിച്ചി ഫാത്തിമ, മികച്ച സംവിധായകൻ ചിദംബരം, അതുപോലെ തന്നെ മികച്ച ഗായകൻ ആരാണ്? വേടനാണ്. ഇത്രയും കാര്യങ്ങൾ 16ാമത് JC ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓർമ്മിച്ചു വെക്കാം. ഓക്കെ, അടുത്തതായി നമുക്ക് നാഷണൽ ഫിലിം അവാർഡ് 2025 നാഷണൽ ഫിലിം അവാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ ഇനിയുള്ള എക്സാമുകളിൽ ചോദിക്കാനായിട്ട് വളരെ സാധ്യതയുള്ളതാണ് ഈ പറഞ്ഞ പുരസ്കാരങ്ങളായാലും, അതുപോലെ തന്നെ നമ്മളിപ്പോൾ സയൻസ് ആൻഡ് ടെക്കുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നാഷണൽ ഫിലിം അവാർഡ് 2025 നമ്മൾ നോക്കുമ്പോൾ മികച്ച ചിത്രമായിട്ട് വന്നിട്ടുള്ളത് ഏതാണ്? 12th ഫെയിൽ ആണ് കേട്ടോ. 12th ഫെയിൽ എന്ന് പറയുന്ന സിനിമയാണ് നാഷണൽ ഫിലിം അവാർഡ് 2025 മികച്ച സിനിമയായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. മികച്ച നടി ആരാണ് വരുന്നത്? റാണി മുഖർജിയാണ് മികച്ച നടിയായിട്ട് വരുന്നത് എന്നുള്ളത് ഓർമ്മിച്ചേക്കുക. മികച്ച നടനായിട്ട് വരുന്നത് ഷാറൂഖ് ഖാൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ വിക്രാന്ത് മാസി, ഇവർ രണ്ടുപേരുമാണ് മികച്ച നടനായിട്ട് 2025 നാഷണൽ ഫിലിം അവാർഡിൽ ഇതിൽ വന്നിട്ടുള്ളത്. മികച്ച നടൻ, മികച്ച നടി, അതുപോലെ തന്നെ മികച്ച ചിത്രം ഏതാണ് എന്നുള്ളത് അവിടെ നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ള മറ്റൊരു ഏരിയ ആണ് മികച്ച സഹനടൻ, സഹനടി, അതുപോലെ തന്നെ മികച്ച സംവിധായകൻ ആരാണ് 2025 നാഷണൽ ഫിലിം അവാർഡിൽ വരുന്നത് എന്നുള്ളത്. മികച്ച സഹനടിയായിട്ട് വന്നിട്ടുള്ളത് ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമയിലെ പെർഫോമൻസിന് ഊർവശിയാണ് എന്നുള്ളതും, മികച്ച സഹനടനായിട്ട് വരുന്നത് വിജയരാഘവനാണ് എന്നുള്ളതും ഓർമ്മിക്കുക. അപ്പൊ മികച്ച സഹനടി ആരാണ്? ഊർവശിയാണ്. മികച്ച സഹനടനായിട്ട് 2025 നാഷണൽ ഫിലിം അവാർഡിൽ വന്നിട്ടുള്ളത് ആരാണ്? വിജയരാഘവനാണ് എന്നുള്ളത് ഓർമ്മിക്കുക. അതുപോലെ തന്നെ മികച്ച സംവിധായകൻ ആരാണ് വരുന്നത്? സുദീപ്തോ സെന്നാണ് കേട്ടോ. സുദീപ്തോ സെന്നാണ് മികച്ച സംവിധായകനായിട്ട് വരുന്നത്. അപ്പൊ 2025 നാഷണൽ ഫിലിം അവാർഡ്, അതുപോലെ തന്നെ നമ്മുടെ 16ാമത് JC ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര അവാർഡ്, ഇതുമായി ബന്ധപ്പെട്ട ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അവിടെ ഒന്ന് എന്തായാലും പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് കുറച്ച് അപ്പോയിൻമെന്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് റീസെന്റ് നടന്നിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട അപ്പോയിൻമെന്റുകളാണ് നമുക്ക് നോക്കാനുള്ളത്. അതിൽ ആദ്യം തന്നെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ പുതിയ ഡയറക്ടറായിട്ട് നിയമിതനായിട്ടുള്ളത് ആരാണ് എന്നുള്ളത് പഠിച്ചു വെക്കുക. A. രാജരാജനാണ്. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ പുതിയ ഡയറക്ടർ ആരാണ്? A. രാജരാജനാണ്. അതുപോലെ തന്നെ നമ്മുടെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ പുതിയ ഡയറക്ടറായിട്ട് നിയമിതനായിട്ടുള്ളത് ആരാണ്? ES പത്മകുമാർ ആണ് എന്നുള്ളത് ഓർമ്മിക്കുക. അപ്പൊ ഈ രണ്ട് നിയമനങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ പുതിയ ഡയറക്ടർ എന്ന് പറയുന്നത് A. രാജരാജനാണ്. അതുപോലെ തന്നെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ പുതിയ ഡയറക്ടറായിട്ട് നിയമിതനായിട്ടുള്ളത് ആരാണ്? ES പത്മകുമാർ ആണ് എന്നുള്ളതും പഠിച്ചേക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ 2025 ഓഗസ്റ്റ് മാസത്തില് കരസേന ഉപമേധാവിയായി ചുമതലയേൽക്കുന്നത് ആരാണ് എന്നുള്ളതാണ്. ലഫ്റ്റനന്റ് ജനറൽ പുഷ്പേന്ദ്ര സിംഗ് ആണ് കേട്ടോ. പുഷ്പേന്ദ്ര സിംഗ് ആണ് 2025 ഓഗസ്റ്റ് മാസത്തിൽ കരസേന ഉപമേധാവിയായി ചുമതലയേൽക്കുന്നത് ആരാണ്? പുഷ്പേന്ദ്ര സിംഗ് ആണ് എന്നുള്ളത് പഠിച്ചു വെക്കുക. അതുപോലെ മറ്റൊരു പ്രധാന അവാർഡ് കൂടെ ഇവിടെ നിന്ന് പഠിച്ചു പോവുക. 2025 43ാമത് ലോകമാന്യ തിലക് ദേശീയ അവാർഡിന്റെ ജേതാവ് ആരാണ് എന്നുള്ളതാണ്. നമ്മുടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള നിതിൻ ഗഡ്കരിയാണ്. ഓക്കെ, നിതിൻ ഗഡ്കരിയാണ് 2025 43ാമത് ലോകമാന്യ തിലക് ദേശീയ അവാർഡിന്റെ ജേതാവായിട്ട് വന്നിട്ടുള്ളത് ആരാണ്? നിതിൻ ഗഡ്കരിയാണ് എന്നുള്ളത് പഠിച്ചേക്കുക. അപ്പൊ ഈ പറയുന്ന അപ്പോയിന്റ്മെന്റുകൾ, അതുപോലെ തന്നെ നമ്മുടെ അവാർഡുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, സയൻസ് ആൻഡ് ടെക്കുമായി നമ്മൾ റിലേറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ, ഇതെല്ലാം ഒന്ന് ഇവിടെ ഓർമ്മിച്ചേക്കുക. 2025 ഓഗസ്റ്റ് മാസത്തിലുണ്ടായ ഒരു പ്രധാനപ്പെട്ട വിയോഗമാണ് MK സാനുവിന്റെ
അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റുകൾ നമുക്ക് പഠിച്ചു പോകാനായിട്ടുണ്ട്. അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള അവാർഡുകൾ, കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് ഓർമ്മിച്ചേക്കാം. അപ്പോൾ 2025 ഓഗസ്റ്റില് അന്തരിച്ച മലയാള സാഹിത്യകാരനാണ് ആര്? MK സാനു എന്ന് പറയുന്നത്. 1928 അദ്ദേഹം ജനിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി ഇവിടെ ഒന്ന് പഠിച്ചേക്കുക. MK സാനുവിന്റെ ഓട്ടോബയോഗ്രഫിയാണ് കർമ്മഗതി എന്ന് പറയുന്നത്. കർമ്മഗതി ആരുടെ ഓട്ടോബയോഗ്രഫിയാണ്? MK സാനുവിന്റെ ഓട്ടോബയോഗ്രഫിയാണ് എന്നുള്ളത് ഓർമ്മിച്ചേക്കുക. ഒരുപാട് പുരസ്കാര ജേതാവ് കൂടിയാണ് അദ്ദേഹം. അപ്പോൾ ഏത് വർഷം ഏതൊക്കെ പുരസ്കാരങ്ങളാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്, ഏതൊക്കെ പുരസ്കാരങ്ങൾക്കാണ് അർഹനായിട്ടുള്ളത് എന്നുള്ളതൊന്ന് പഠിച്ചു വെക്കുക. ഒന്നാമതായി 2024 റീസെന്റ് നമ്മൾ നോക്കുമ്പോൾ കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായിട്ടുണ്ട്. 2024 കേരള ജ്യോതി പുരസ്കാരം. അതുപോലെ തന്നെ 2013 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായിട്ടുണ്ട്. അതുപോലെ നമ്മൾ നോക്കുന്ന സമയത്ത് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2011 പുരസ്കാരത്തിനും ഇദ്ദേഹം അർഹനായിട്ടുണ്ട്. ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന് പറയുന്ന കൃതിക്കാണ് 2011 അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ആ കൃതി ഇവിടെ ഓർമ്മിച്ചേക്കുക, വർഷം ഓർമ്മിച്ചേക്കുക. അതുപോലെ തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിനാണ് 2011 MK സാനുവിന് ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന് പറയുന്ന കൃതിക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ 2011 നമ്മൾ നോക്കുന്ന സമയത്ത് പത്മപ്രഭ പുരസ്കാരത്തിനൂടെ ഇദ്ദേഹം അർഹനായിട്ടുണ്ട്. 1992 കാലഘട്ടങ്ങളിൽ വയലാർ അവാർഡ് ജേതാവ് കൂടിയാണ് ആര്? MK സാനു എന്നുള്ളത് ഓർമ്മിച്ചേക്കുക. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം എന്ന് പറയുന്ന കൃതിക്കാണ് 1992 MK സാനുവിന് വയലാർ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ വയലാർ അവാർഡും അതുപോലെ തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിനും അദ്ദേഹത്തിന് അർഹനാക്കിയിട്ടുള്ള കൃതികൾ ഏതാണ്, അതേത് വർഷമാണ് എന്നുള്ളത് ഓർമ്മിച്ചേക്കുക. 1985 പിന്നില് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കൂടെ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. അവതാര എന്ന് പറയുന്ന കൃതിക്ക് അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് കൂടെ കിട്ടുന്നുണ്ട്. അപ്പൊ അവതാര, അതുപോലെ തന്നെ വയലാർ അവാർഡ് അർഹനാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ വയലാർ അവാർഡിന് അദ്ദേഹത്തിന് അർഹനാക്കിയിട്ടുള്ള ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം എന്നൊക്കെ പറയുന്ന കൃതി, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി ആയിട്ടുള്ള കർമ്മഗതി, അതുകൂടാതെ തന്നെ ഈ പറയുന്ന കൃതികളെല്ലാം ഒന്ന് ഇവിടെ ഓർമ്മിച്ചു വെക്കുക. ഏത് വർഷമാണ് അദ്ദേഹത്തിന് ഈ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യങ്ങളും അവിടെ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, സോ MK സാനുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് ഓർമ്മിച്ചു വെക്കുക. അദ്ദേഹത്തിന് അവാർഡുകൾ കിട്ടിയ വർഷം ഏതൊക്കെയാണ്, ഏതൊക്കെ അവാർഡുകളാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്, ഏത് കൃതിക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യങ്ങൾ അവിടെ നോട്ട് ചെയ്ത് വെക്കാം. മറ്റൊന്നാണ് 2025 ഓഗസ്റ്റ് മാസത്തിൽ അന്തരിച്ച ജമ്മു കാശ്മീരിന്റെ മുൻ ഗവർണറും രാഷ്ട്രീയ നേതാവുമായ വ്യക്തി ആരാണ് എന്നുള്ളതാണ്. സത്യപാൽ മാലിക് ആണ് എന്നുള്ളത് ഓർമ്മിച്ച് വെക്കുക കേട്ടോ. ജമ്മു കാശ്മീരിന്റെ മുൻ ഗവർണറാണ്, അതുപോലെ തന്നെ മുതിർന്ന രാഷ്ട്രീയ നേതാവുമായിട്ടുള്ള വ്യക്തിയാണ് സത്യപാൽ മാലിക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മുൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രി, ഈ അടുത്ത് അന്തരിച്ചുപോയ ഓഗസ്റ്റ് മാസത്തിൽ അന്തരിച്ചുപോയ മുൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയാണ് ഷിബു സോറൻ എന്ന് പറയുന്നത്. 3 തവണ ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രി ആയിട്ടുള്ള വ്യക്തിയാണ്. പക്ഷെ ടേം തെക്കാനായിട്ട് അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്ന കാര്യം അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഷിബു സോറൻ ആണ് ഈ അടുത്ത് അന്തരിച്ച മുൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയാണ് ഇദ്ദേഹം. സോ ഷിബു സോറൻ, അതുപോലെ തന്നെ സത്യപാൽ മാലിക്, ഈ രണ്ടുപേരെയും അതുപോലെ തന്നെ MK സാനുവുമായി ബന്ധപ്പെട്ട അത്രയും കാര്യങ്ങൾ അവിടെ ഒന്ന് പഠിച്ചു വെക്കുക. അതുകൂടാതെ ഡോക്ടർ MS സ്വാമിനാഥനെ ആദരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ജന്മദിനം സുസ്ഥിര കാർഷിക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ്. മഹാരാഷ്ട്രയാണ് കേട്ടോ. അപ്പൊ ഡോക്ടർ MS സ്വാമിനാഥനെ ആദരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ജന്മദിനം എന്തായിട്ടാണ് ആഘോഷിക്കുന്നത്? സുസ്ഥിര കാർഷിക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ്. ഓർമ്മിച്ചു വെക്കുക, മഹാരാഷ്ട്രയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഒന്ന് പഠിച്ചു വെക്കാം. ഇനി നമുക്കൊരു സ്കീമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രധാന കാര്യമാണ് നോക്കാനുള്ളത്. 3.53 കോടി രജിസ്ട്രേഷനുമായി ഗിന്നസ് റെക്കോർഡ് നേടിയ വിദ്യാഭ്യാസ പദ്ധതി ഏതാണ് എന്നുള്ളതാണ്. പരീക്ഷാ പേ ചർച്ച എന്ന് പറയുന്ന പദ്ധതിയാണ്. അപ്പൊ പരീക്ഷാ പേ ചർച്ച എന്ന് പറയുന്ന പദ്ധതിക്കാണ്
3.53 കോടി രജിസ്ട്രേഷനുമായി ഗിന്നസ് റെക്കോർഡ് നേടിയിട്ടുള്ള വിദ്യാഭ്യാസ പദ്ധതിയാണ് ഏത്? പരീക്ഷാ പേ ചർച്ച എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ നമ്മൾ റീസെന്റ് കണ്ട ഒരു മിന്നൽ പ്രളയമായിരുന്നു അല്ലെ ഉത്തരാഖണ്ഡിൽ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു പ്രളയം സംഭവിച്ചത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡിലെ ഏത് വില്ലേജിലാണ് അത് സംഭവിച്ചത് എന്നുള്ളതൊന്ന് ഇവിടെ നോട്ട് ചെയ്ത് വെക്കുക. ധരാളി എന്ന് പറയുന്ന വില്ലേജിലാണ് ഈ അടുത്ത് നമ്മുടെ ഉത്തരാഖണ്ഡില് ഒരു മിന്നൽ പ്രളയം സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് ഏത് വില്ലേജ് ആണ് എന്നുള്ളതൊന്ന് ഓർമ്മിക്കുക. ധരാളി എന്ന് പറയുന്ന വില്ലേജിലാണ് ആ ഒരു മിന്നൽ പ്രളയം സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ ഉത്തരാഖണ്ഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ഒരു കാര്യം ഇവിടെ നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായി കേരള ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാനായി നിയമിതനായിട്ടുള്ളത് ആരാണ് എന്നുള്ളതൊന്ന് പഠിച്ചു വെക്കുക. കെ മധു ആണ് കേട്ടോ. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാൻ ആരാണ് എന്നുള്ളതാണ് കെ മധു ആണ്. 2025 ജൂലൈ 28 ഇന്ത്യൻ സൈന്യം ശ്രീനഗറിലെ ലിഡ്വാസ് പ്രദേശത്ത് നടത്തിയ ഓപ്പറേഷന്റെ പേരൊന്ന് ഓർമ്മിക്കുക. ഓപ്പറേഷൻ മഹാദേവ് എന്നാണ്. അപ്പൊ റീസെന്റ് ഇതുപോലെ നടന്നിട്ടുള്ള ഒരുപാട് ഓപ്പറേഷൻസ് നമുക്ക് പഠിക്കാനായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ ഓപ്പറേഷൻ സിന്ദൂർ, അതല്ലെങ്കിൽ ഇതിന് മുന്നായിട്ട് നടന്നിട്ടുള്ള ഓപ്പറേഷൻ അജയ്, കരുണ, അതുപോലെ തന്നെ ദേവി ശക്തി, ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കുറച്ച് ഓപ്പറേഷൻസ് കൂടെ നമ്മുടെ കറണ്ട് അഫെയറിന്റെ ഭാഗമായിട്ട് പ്രധാനമായി ചോദിക്കുന്നതാണ്. സോ അതിൽ പെട്ട ഒരു ഓപ്പറേഷൻ മഹാദേവ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്പറേഷന് കൂടെ നിങ്ങളൊന്ന് ഓർമ്മിച്ച് വെക്കുക. 2025 ജൂലൈ 28 ഈ ഒരു ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്ത്യൻ സൈന്യം ശ്രീനഗറിലെ ലിഡ്വാസ് പ്രദേശത്ത് നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ ആയിരുന്നു ഈ പറയുന്ന ഓപ്പറേഷൻ മഹാദേവ് എന്ന് പറയുന്നത്. അടുത്തതായി സ്പോർട്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 2 പ്രധാന ഫാക്ടുകൾ ഇവിടെ ഒന്ന് പഠിച്ചു വെക്കുക. 2027 നടക്കാൻ പോകുന്ന കോമൺവെൽത്ത് യൂത്ത് ഗെയിംസിന്റെ വേദി ഏതാണ് എന്നുള്ളതാണ്. മാൾട്ടയാണ് കേട്ടോ. 2027 കോമൺവെൽത്ത് യൂത്ത് ഗെയിംസിന്റെ വേദി ഏതാണ്? മാൾട്ടയാണ് വരുന്നത്. അതുപോലെ തന്നെ UEFA 2025 വനിതാ യൂറോ കപ്പ് ജേതാക്കൾ ആരായിരുന്നു എന്നുള്ളതാണ്. ഇംഗ്ലണ്ടാണ്. UEFA 2025 വനിതാ യൂറോ കപ്പിന്റെ ജേതാക്കളായി വന്നിട്ടുള്ളത് ഇംഗ്ലണ്ടാണ്. റണ്ണറപ്പ് ആയി വന്നത് ആരാണ്? സ്പെയിൻ ആണ് എന്നുള്ളത് ഇവിടെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ നമ്മുടെ സ്പോർട്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ 2 കാര്യങ്ങളൊന്നും ഇവിടെ എന്തായാലും പഠിച്ചു വെക്കുക. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. എനിക്കറിയാം കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാനായിട്ട് പറ്റിയിട്ടുള്ളൂ. ഇനിയും പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? ഈ ഒരു വീക്കിലെ തന്നെ കറണ്ട് അഫയേഴ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാനായിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് വരും ക്ലാസ്സുകളിൽ വരും വീഡിയോസിലായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. താങ്ക്